നമസ്കാരം. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. നടനും മോഡലും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിനെ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും. പെരുമ്പാവൂർ സ്വദേശിയായ ഷിയാസ് പ്രമുഖ അഡ്വർടൈസിംഗ് കമ്പനിയിലെ മോഡലായിരുന്നു. നിരവധി മുൻനിര ബ്രാൻഡുകളുടെ ദേശീയ അന്തർദേശീയ മോഡലായി റാമ്പിലെത്തിയ ഷിയാസിന്റെ ജീവിതം ബിഗ് ബോസിൽ എത്തിയതോടുകൂടിയാണ് കൂടുതൽ കളറായത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഷിയാസിനെതിരെ ലൈംഗിക ചൂഷണത്തിനും സാമ്പത്തിക തട്ടിപ്പിനും യുവതി പരാതിയുമായി രംഗത്ത് വന്നത്. അതോടെ ഷിയാസിനെതിരെ പല വിവാദങ്ങളും ഉടലെടുത്തു. പ്രണയം നടിച്ച് 65 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നും പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നഗ്നദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഷിയാസ് ഭീഷണിപ്പെടുത്തിയതായുമാണ് പരാതിയിൽ യുവതി പറയുന്നത്. സ്ത്രീയുടെ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും സാമ്പത്തിക വഞ്ചനയ്ക്കും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസെടുത്തത്. 60 വയസ്സുള്ള സ്ത്രീയെയാണ് ഷിയാസ് കരീം പീഡിപ്പിച്ചതെന്നാണ് വിവരം. ആരോപണം നിഷേധിച്ചതിന് പിന്നാലെയാണ് ഷിയാസിന്റെ ഓഡിയോ മെസ്സേജുകൾ പുറത്തുവന്നത്. കല്യാണത്തിനുള്ള ചെലവും അല്ലാതെയുള്ള ആവശ്യങ്ങൾക്കുമായി പണം കടം ചോദിക്കുന്നതും പ്രണയപൂർവ്വമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ വോയിസ് ക്ലിപ്പായിരുന്നു പ്രചരിച്ചത്. ഇതോടെയായിരുന്നു അദ്ദേഹം കുറ്റക്കാരനാണെന്ന തരത്തിലേക്ക് ചർച്ചകൾ മാറിയത്. ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്, മോനെ പോലെയാണ് അവനെ കാണുന്നത്, മകളുടെ സ്ഥാനത്താണ് നീ എന്നൊക്കെ പറഞ്ഞ ഇവർ ഇങ്ങനെ മാറുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നായിരുന്നു ഷിയാസിന്റെ ഭാര്യ ദർഫയുടെ പ്രതികരണം. ഷിയാസിനെ കുറിച്ചുള്ള ആരോപണം സത്യമാണോ എന്നായിരുന്നു മാധ്യമങ്ങൾ ലക്ഷ്മി നക്ഷത്രയോട് ചോദിച്ചത്. നിങ്ങളെപ്പോലെ തന്നെ ഓൺലൈൻ മീഡിയയിലും ന്യൂസ് ചാനലിലും മാത്രമേ ഞാനും ഷിയാസ് കരീമിനെ കുറിച്ചുള്ള വാർത്തകൾ കണ്ടിട്ടുള്ളൂ. നമുക്കറിയാത്ത, നേരിട്ട് അറിയാത്ത കാര്യം വെച്ച് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തുക? അത് സത്യമാണോ അല്ലെങ്കിൽ നുണയാണോ എന്ന് നിങ്ങളെപ്പോലെ ന്യൂസ് ചാനലിലൂടെയാണ് ഇതേക്കുറിച്ച് അറിഞ്ഞത്. ഇപ്പോൾ അത് പോലീസ് കേസായി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. സത്യം എന്താണെന്നുള്ളത് പുറത്തു വരട്ടെ. എന്തായാലും നീതിന്യായ വകുപ്പൊക്കെ ഉണ്ടല്ലോ എന്നായിരുന്നു ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത്. കൃത്യമായ മറുപടി കാര്യം അറിയാതെ ജഡ്ജ്മെന്റിൽ നിന്നില്ല. നല്ല കാര്യം എന്ന് പറഞ്ഞവരും ഉണ്ടായിരുന്നു. അതേസമയം തന്നെ എല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതെ ഇരിക്കുന്നതാണോ എന്നുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. തന്റെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള സ്ത്രീയാണിപ്പോൾ ആരോപണവുമായി രംഗത്ത് വന്നത്. എൻ്റെ ഭാര്യയുടെയും ഉമ്മയുടെയും സഹോദരിയുടെയും കയ്യിൽ നിന്നൊക്കെ പണവും സ്വർണവും ഒക്കെ വാങ്ങിച്ചിരുന്നു. അതൊക്കെ ഞാൻ അടുത്തിടെയാണ് അറിയുന്നത്. അതെന്തോ തിരിച്ചു ചോദിച്ചതൊക്കെയാണെന്ന് തോന്നുന്നു പ്രശ്നമായത്. പൊതുവെ സ്ത്രീകളോട് അകലം പാലിച്ചാണ് ഞാൻ പെരുമാറാറുള്ളത്. നേരത്തെ ഒരു ആരോപണമൊക്കെ വന്നതിന്റെ അനുഭവത്തിലാണ് അങ്ങനെ. കല്യാണം കഴിഞ്ഞ് കുഞ്ഞൊക്കെയായി സന്തോഷത്തോടെ കഴിയുന്ന സമയമാണിത്. അതിനിടയിലാണ് ഈ ആരോപണം വരുന്നത്. എന്നോട് ചേർന്ന് നിൽക്കുന്നവർക്കറിയാം എന്നെ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഷിയാസിന്റെ ജീവിതത്തിലേക്ക് കുഞ്ഞതിഥി കൂടി എത്തിയ സന്തോഷം ആഘോഷിച്ചു വരുന്നതിനിടയിലായിരുന്നു ഷിയാസിനെതിരെ ഇങ്ങനൊരു വിവാദം കൂടി ഉടലെടുത്തത്. ഇൻസ്റ്റഗ്രാമിലൂടെയായി ദർഫയും ഷിയാസിനെ പിന്തുണച്ചെത്തിയിരുന്നു. വീഡിയോയുടെയും പോസ്റ്റുകളുടെയും താഴെയും എല്ലാം പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നു. എങ്ങനെയാണ് എല്ലാം അറിഞ്ഞിട്ടും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് എന്നായിരുന്നു വിമർശനം. ഈ പറയുന്ന വ്യക്തിയെ എനിക്കും അറിയാം, ഞങ്ങളുടെ കൂടെ കുറേ സ്ഥലങ്ങളിലൊക്കെ അവർ വന്നിട്ടുണ്ട്. അതൊക്കെ ഈ പറയുന്ന പീഡനത്തിന്റെ പേരിലാണെന്നുള്ളത് അറിയില്ലായിരുന്നു. പ്രശസ്തയാവാനായി തിരഞ്ഞെടുത്ത ഈ മാർഗം വളരെ മോശമെന്നും ദർഫ കുറിച്ചിരുന്നു. അതേസമയം വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നതോടെ വലിയ വിമർശനങ്ങളാണ് ഷിയാസിനെതിരെ ഉയർന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ മനഃപൂർവ്വം വിളിക്കാത്തതല്ല, എൻ്റെ കൂടെ എപ്പോഴും ദർഫയുണ്ടാകും. ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാറില്ല. നോമ്പായിട്ട് വീട്ടിൽ തന്നെയാണ്, അതുകൊണ്ടാണ് വിളിക്കാത്തത്. വേറെ വിശേഷങ്ങൾ ഒന്നുമില്ല. വീട്ടിൽ തന്നെ ഇരിപ്പാണ്. കല്യാണം കഴിച്ച ശേഷം ഞാൻ മാറിയെന്നൊന്നും വിചാരിക്കരുത്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അഡ്ജസ്റ്റ് ചെയ്തു പോകേണ്ടതല്ലേ ജീവിതം, അല്ലെങ്കിൽ മുന്നോട്ട് പോവില്ല. മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ജിമ്മിന്റെ പണികളും മറ്റുമായി ഓടി പാഞ്ഞു നടക്കുക കൂടിയാണ്. എനിക്കറിയില്ലല്ലോ നീ ഉറങ്ങുകയാണോ അല്ലയോ എന്ന്. നാട്ടിലില്ലല്ലോ, സൗദിയിലല്ലേ, അതുകൊണ്ടാണ് വിളിക്കാത്തത്. എനിക്ക് നീ മെസ്സേജ് അയക്കാറില്ലല്ലോ. നീ ദർഫയുമായിട്ടുള്ള വിഷയങ്ങൾ തീർക്കണം, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങൾ രണ്ടാളെയും എനിക്ക് വേണം. അവൾക്ക് റിക്വസ്റ്റും മെസ്സേജും നീ അയക്കണം, സംസാരിക്കണം. ജിമ്മ് തുടങ്ങുന്നത് തന്നെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും വേണം എനിക്ക്. ദർഫ മാത്രമല്ല, നിങ്ങളെല്ലാവരും വേണം. പെരുമ്പാവൂരിലേക്ക് വീട് മാറാൻ നിന്നോട് ഞാൻ പറഞ്ഞത് എനിക്ക് നിന്നെ ഇടയ്ക്കിടെ കാണാൻ വേണ്ടിയാണ്. നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്ക് ഇടപെടാൻ വേണ്ടിയാണ് എന്നാണ്. തുടക്കത്തിൽ ഷിയാസിനെതിരെ പരാതി വന്നപ്പോൾ ഭാര്യ ദർഫ ഷിയാസിനെ പിന്തുണച്ചിരുന്നു. ഒപ്പം ഞാനുണ്ട്, ഭയപ്പെടേണ്ടതില്ല, തെളിവുകളുണ്ടല്ലോ, അതുമായി നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് ദർഫ ഭർത്താവിന് ധൈര്യം പകർന്ന് കുറിച്ചത്. ഇത്രയും വോയിസ് പുറത്തു വന്ന ശേഷം ഷിയാസിന്റെ ഭാര്യ ഇനി അയാളെ സപ്പോർട്ട് ചെയ്യുമോ എന്നാണ് റിയാക്ഷൻ വീഡിയോയിലൂടെ ശ്രദ്ധേയനായ യൂട്യൂബർ അതുൽ പുതിയ വീഡിയോയിലൂടെ ചോദിച്ചത്. പിന്തുണയ്ക്കാത്തതാണ് ദർഫയ്ക്ക് നല്ലതെന്നും അതുൽ പറയുന്നു.
ഷിയാസിന്റെ പുതിയ വോയിസ് പുറത്തു വന്ന ശേഷം ഭാര്യ ദർഫ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അവർ ഗർഭിണിയായിരുന്നു, അടുത്തിടെയാണ് പ്രസവിച്ചത്. ഇപ്പോൾ വിശ്രമത്തിലാണെന്ന് തോന്നുന്നു. അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് ഊഹിക്കാം. ഇത്രയും വോയിസ് പുറത്തു വന്ന ശേഷം അവന്റെ ഭാര്യ അവനെ സപ്പോർട്ട് ചെയ്യുമോ? അവരുടെ പ്രതികരണം എന്താണെന്ന് അറിയണമെന്നുണ്ട്. കല്യാണത്തിന് മുൻപ് ഷിയാസ് ഏതെങ്കിലും പെൺകുട്ടിക്ക് അയച്ച വോയിസ് ആണ് പുറത്തു വന്നതെങ്കിൽ വിട്ടുകളയുന്നതാണ് നല്ലത്. കാരണം ഇതിന്റെ പേരിൽ ദാമ്പത്യ ജീവിതം നശിപ്പിക്കേണ്ടതില്ലല്ലോ. പൈസ തട്ടിപ്പ് കാണിച്ച് കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ കേസ് കൊടുക്കുക തന്നെ വേണം. ആണായാലും പെണ്ണായാലും അല്പം കോഴിത്തരമൊക്കെ കാണും. പക്ഷേ വിവാഹം പോലുള്ളവ കഴിഞ്ഞാൽ അവിടെ കാണിക്കേണ്ട ഒരു ജെനുവിനിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. അത് കാണിക്കുക. പിന്നെ പുറത്തു വന്നത് ഷിയാസ് സംസാരിക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ്. ഓപ്പോസിറ്റ് നിന്ന സ്ത്രീ എന്താണ് മറുപടി നൽകിയത് എന്നത് പുറത്തു വന്നിട്ടില്ല. ദർഫയോട് പറയാനുള്ളത് ഇതെല്ലാം കേട്ടിട്ട് ഭർത്താവിന് സപ്പോർട്ടുമായി വരാതിരിക്കുക.